നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിൽ ഒരു ചാഞ്ചാട്ടവും സംഭവിക്കാൻ പാടില്ല. ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക എന്നത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന് നിദാനമാണ്. ആ ഈമാനാണ് പരിശുദ്ധമായ അഹ്ലുസുന്ന വൽ ജമാഅ ലോകത്ത് പഠിപ്പിക്കുന്നത്. എന്താണ് ആ തൗഹീദ്? എന്താണ് ആ തൗഹീദ്? അത് നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതല്ലേ, അതിലെന്താ തൗഹീദ്? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാത്ത സ്ഥലമുണ്ടോ? ഇവിടെ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഓതിണ്ടാവും, മരിച്ച വീട്ടിൽ ഓതും, എല്ലാ സ്ഥലത്തും ഓതും. എന്താ? തൗഹീദ് ഉറപ്പിക്കാനാണ്. എന്നാ മരിച്ച വീട്ടിൽ ആ തൗഹീദിന്റെ സൂറത്ത് പറ്റൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരാണ് മുജാഹിദീങ്ങൾ, ഒരു വലിയ തൗഹീദിന്റെ ആളുകളാന്നാ പറയാം. എന്നാ ഈ തൗഹീദ് പഠിപ്പിക്കുന്ന ഈ സൂറത്തൊന്ന് മരിച്ച വീട്ടിൽ ഓതാൻ പറ്റുമോ? യാത്രയപ്പിന് ഓതാൻ പറ്റുമോ? ഖബറിങ്ങൽ ഓതാൻ പറ്റുമോ? തൗഹീദിന്റെ സൂറത്താണ്, പറ്റൂല എന്നാണ് അവരെ വാദം. ഞാനത് വേറെ പറയാം. ഈ സൂറത്തിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ തൗഹീദ് പഠിപ്പിക്കുകയാണ്. ഖുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അല്ലാഹു തആല ഏകനാണ്. അല്ലാഹു സമദ്, അള്ളാഹുവിനെ എല്ലാം ആശ്രയിക്കുന്നു, അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കുന്നവനല്ല. അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കുന്നില്ല. അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു തആല അവനെ എല്ലാം ആശ്രയിക്കുന്നു, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അള്ളാഹുവിനെ അങ്ങോട്ടെല്ലാം ആശ്രയിക്കും. കാലങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും വ്യക്തികളും എല്ലാം, ഏത് ശക്തിയും അള്ളാഹു കൊടുത്ത ശക്തി മാത്രമേ ഉള്ളൂ, കൊടുക്കുന്ന ശക്തിയേ ഉള്ളൂ. അല്ലാത്തൊരു ശക്തിയും ലോകത്ത് ഒരാൾക്കില്ല. എല്ലാം അള്ളാഹുവിനെ അങ്ങോട്ട് അവലംബിക്കുന്നു. അള്ളാഹു ഒന്നിലേക്കും അവന് ആശ്രയം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ലം യലിദ്, അവന് സന്താനങ്ങളില്ല. വലം യൂലദ്, അവന് സന്താനവുമല്ല. ഓനാരെങ്കിലും സന്താനമല്ല. അല്ലാഹു തആല ഏതെങ്കിലും ബാപ്പന്റെയോ അല്ലെങ്കിൽ മകന്റെയോ സന്താനമല്ല. അതുപോലെ തന്നെ അവന് മക്കളുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമില്ല, ഒന്നുമില്ല, ഓന് തുല്യമായിട്ടൊന്നുമില്ല. ഇത് തൗഹീദാണ്, സൂറത്തു തൗഹീദ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. തൗഹീദ്, ഈ തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കും നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് മദ്രസയിൽ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി ഫഹുവ ലിമാ യുരിദുഹു ഫഅലു വലൈസ ഫിൽ ഖൽഖി ലഹു മീസാലു. അല്ലാഹു തആല മൗജൂദാണ്, എന്നെന്നും ഉള്ളവനാണ്. ഖദീമാണ്, ഉള്ളതിന് തുടക്കമില്ലാത്തവനാണ്. ബാക്കി എന്നും ഉണ്ടാകുന്നവനാണ്. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്, സമ്പൂർണമായും അവന്റെ പടപ്പുകളോട് പടച്ചവൻ വ്യതിരിക്തനാണ്. മാത്രമല്ല ഫഹുവ ലിമാ യുരീദുഹു ഫഅലു, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്. വലൈസ ഫിൽ ഖൽഖി ലഹു മീസാലു, അവന് തുല്യമായ സൃഷ്ടികളിൽ ആരുമില്ല. ഈ തൗഹീദ് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? നാലേ വിശ്വാസിയാവുള്ളൂ അല്ലേ? ആർക്കും സംശയമില്ല. ഇത് ഉറച്ചു വിശ്വസിക്കണം നമ്മൾ. അത് ഉറച്ചു വിശ്വസിക്കുമ്പോ ഇലാഹായ റബ്ബിനെ നമ്മൾ അംഗീകരിച്ചു. ഇലാഹായ റബ്ബിനെ അംഗീകരിച്ചു. അള്ളാഹുവിന്റെ ഏകത്വം നമ്മൾ ഉൾക്കൊണ്ടു. അവന് മാത്രമേ ഇബാദത്തുള്ളൂ എന്ന് നമ്മൾ ഉൾക്കൊണ്ടു. ആരാധനകൾ മുഴുവനും അവന് മാത്രമാണ്. എന്നാൽ ഈ വിഷയത്തിൽ വലിയ അട്ടിമറികൾ നടത്തിയവരാണ് ഇവിടെയുള്ള പുത്തൻവാദികളായ ആളുകൾ. പുത്തൻവാദികളായ ആളുകൾ അവരെന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അള്ളാഹുവിനെ സംബന്ധിച്ച് മുജാഹിദുകളുടെ നേതാക്കന്മാര് പറയുകയാണ്. അവരുടെ ഒരു മൗലവി, മങ്കടക്കാരനായ ഒരു മൗലവി പറയാൻ എന്താ പറയുന്ന അറിയോ? സലഫി മാർഗം, ഈ മുജാഹിദുകളുടെ മാർഗം, ആ മാർഗം എന്തെന്നാണ് പറയുന്നത്. നന്നായി കേൾക്കണേ, ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ആരും ഉറങ്ങുന്നില്ലല്ലോ, എല്ലാരും നല്ല ഉണർവിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഉറങ്ങുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചത്. അതായത് സലഫി മാർഗം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് അറിയോ? അവർ അള്ളാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും അവനുണ്ടെന്നും അവ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ലെന്നും വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ പറ്റി
മുജാഹിദ് മൗലൈമാര് പഠിപ്പിക്കുന്ന ആശയം എന്ത്? അള്ളാഹ്ക്ക് ശരീരമുണ്ട്, അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട്. തൗഹീദിൽ പഴച്ച ആളുകളാണ് ഇവര്. ആര്? ഈ മുജാഹിദീങ്ങൾ, ഈ ജമാഅത്ത് ഇസ്ലാമി. അവരെ കുഴപ്പം എന്താന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ അവരുടെ കുഴപ്പം? അവര് പള്ളിയിൽ നിന്ന് വാങ്കുവിളിക്കണ്ടല്ലോ. റമളാനില് മഗ്‌രിബിന്റെ കുറച്ച് നേരത്തെയും സുബഹിന്റെ കുറച്ച് കഴിഞ്ഞിട്ടും ആണെങ്കിലും ബാങ്കൊക്കെ വിളിക്കണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പറയലുണ്ട്, നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഏത് ബാങ്കാന്ന് മനസ്സിലാകാതെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സഹോദരിമാർ പ്രത്യേകിച്ചും അവർ കൺഫ്യൂഷനിലാവും. ഈ ബാങ്ക് നേരത്തെ കൊടുത്താല് ആരാന്ന് മനസ്സിലാകാതെ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു നേരമായിരിക്കുമല്ലോ. അപ്പൊ നോമ്പ് തുറക്കാനിരിക്കുന്ന സദസ്സുകളിൽ ഉണ്ടാവും ചിലപ്പോ ആളുകൾ ഈ ആദ്യം ബാങ്ക് കേൾക്കുമ്പോൾ വേഗം നോമ്പ് തുറക്കണല്ലോ എന്ന് പഠിച്ച മസാല പ്രകാരം സമയമായി എന്ന് ഉറപ്പായാൽ പിന്നെ ദീർഘിപ്പിക്കാൻ പാടില്ല. ഇത് ഉറപ്പാകണ്ടേ? ഉറപ്പായാലാണ് പറഞ്ഞത്. ഉറപ്പാകണ്ടേ? ഉറപ്പായാ പിന്നെ നമ്മൾ പെട്ടെന്ന് നോമ്പ് തുറക്കുക തന്നെ, അതാണ് വേണ്ടത്. അതിലാണ് പുണ്യമുള്ളത്. ഉറപ്പാകണം. ഇപ്പൊ ഏത് ബാങ്കാണെന്ന് നോക്കണം. ഏത് ബാങ്കാ? ഗ്രാമത്തിന്റെ ഉള്ളിൽ, നാടിന്റെ ഉള്ളിലൊക്കെ 2, 3, 10 ആളുകൾ കൂടിയിട്ട് ഈ ബിദ്അത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ചിലപ്പോൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പള്ളി എന്നുള്ള പേരിൽ ഒരു കെട്ടിടം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂ. ഖുർആനിൽ അതിന് മസ്ജിദുൽ ദിറാർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത്തരം പള്ളികൾക്ക് ഖുർആനിൽ ഒരു പേരുണ്ട്. ആ പേര് മസ്ജിദുൽ ദിറാർ എന്നാണ്. എടങ്ങേറിന്റെ പള്ളിയും ഖുർആനിൽ പ്രയോഗിച്ചതാണ്. ലമസ്ജിദുൻ നുസ്സിസ അലത്തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ അല്ലാഹ് പറയാൻ ലാ തഖും ഫീഹി അബദാ. ഏതാണ്? മസ്ജിദുൽ ദിറാർ വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്നാ. ഖുർആൻ പറയാണ് വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ, ആളുകളെ ഇടങ്ങേറാക്കുന്ന പള്ളി എന്ന് പേരിട്ട കെട്ടിടം നിർമ്മിച്ച ആളുകൾ, വകുഫ്റൻ സത്യനിഷേധത്തിന്റെ കേന്ദ്രം നിർമ്മിച്ച ആളുകൾ, വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കിടയിൽ നല്ല യോജിപ്പിൽ പോകുന്ന, ഒരു കുഴപ്പമില്ല, നല്ല ഐക്യത്തിൽ പോകുന്ന നാടാണ്. ആ നാട്ടിൽ ഭിന്നതയ്ക്ക് വേണ്ടി കെട്ടിടമുണ്ടാക്കിയ ആളുകൾ, എന്നിട്ട് അതിന് പള്ളി എന്ന് പേരിട്ടവർ. അപ്പൊ ഇടങ്ങേറിന്റെ പള്ളി, ഭിന്നതന്റെ പള്ളി, സത്യനിഷേധത്തിന്റെ പള്ളി, ഇങ്ങനെയൊക്കെയാണ് അതിന് പേരിട്ടത് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ് ലാ തഖും ഫീഹി അബദാ. അവിടെ പള്ളിയിൽ നബിയെ അവിടെ നിസ്കരിക്കരുത് കേട്ടോ, അതിന്റെ ഉദ്ഘാടനത്തിന് പോകരുത് കേട്ടോ. അള്ളാഹിന്റെ റസൂൽ പറയാൻ, റസൂലിനോട് അല്ലാഹു തആല പറയാൻ അത്തരം പള്ളികൾ പള്ളി എന്നാണ് പേര് എന്ന് കണ്ടതുകൊണ്ട് പോകരുത്. കാരണം ഈ പള്ളിന്റെ ലക്ഷ്യം എന്താ? ഐക്യത്തിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കലാണ്. അത് ജനങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കലാണ്. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർ, നബിതങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നവരുടെ താവളമാണ്. അള്ളാഹുവിന് ശരീരമുണ്ട്, അവയവമുണ്ട് എന്ന് അള്ളാഹുവിനെ ജഡവൽക്കരിച്ച ആളുകൾക്ക് കേന്ദ്രമാണ്. ലാ തഖും ഫീഹി അബദാ. അപ്പള്ളിയിൽ പോകരുത് നബിയേ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറയാൻ ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം. തഖ്വയിൽ തുടങ്ങിയ പള്ളി അഹഖു അൻ തഖൂമ ഫീഹി, അവിടെയാണ് പോകേണ്ടത്. എന്നിട്ട് ഖുർആൻ ആ പള്ളിക്ക് ഒരു അടയാളം പറഞ്ഞു, ഫീഹി റിജാലുൻ, അവിടെ പുരുഷന്മാരേ ഉണ്ടാവുകയുള്ളൂ. എത്ര കൃത്യമായ അടയാളമാണ്! നമ്മൾ കുറെ ഇങ്ങനെ അന്വേഷിച്ചെടുക്കണോ? എത്ര കൃത്യമായ അടയാളാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. ഫീഹി റിജാലുൻ, അവിടെ പുരുഷനേ ഉണ്ടാവുള്ളൂ, അവര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ സ്വന്തം പറഞ്ഞ അർത്ഥമല്ല, ഏത് തഫ്സീറിന്റെ കിതാബ് നോക്കിയാലും റിജാലുൻ ഫീഹി എന്ന് പറയാതെ ഫീഹി റിജാലുൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് പറയുന്നു, പള്ളികൾ എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണല്ലോ അല്ലാഹു തആല പൊതുവായുള്ള പള്ളികളിലെ ജുമഅയും ജമാഅത്തും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളെ അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിന്, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീക്ക് ഒരു കൂലിയും കുറയൂല.
ഞങ്ങൾക്ക് പള്ളി പോകാത്തന്നെ എന്തോ കൂലി കുറഞ്ഞു പോകുമോന്നൊന്നും പേടിക്കേണ്ട, ഒരു കൂലിയും കുറയൂല. പള്ളി പോയാലുള്ളതിനേക്കാൾ കൂലി. ഏത് പള്ളി? മസ്ജിദുൻ നബവി. ഞാൻ ആ ഭാഗം ഹദീസ് ഉദ്ധരിച്ച് പറയാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ബാങ്ക് പറഞ്ഞപ്പോ ഒന്ന് ഓർമ്മ വന്നത് പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയും, വളരെ കൃത്യമായ ഒരു അടയാളം, ഫീഹി റിജാലുൻ, അവിടെ പുരുഷനേ ഉള്ളൂ എന്നാണ്. അപ്പോ അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ, അല്ലാഹു അക്ബർ പറയുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇസ്ലാമിന്റെ ആൾക്കാരല്ലേ, മുസ്ലിങ്ങളായ ആൾക്കാരല്ലേ, ഖുർആൻ അംഗീകരിക്കുന്നവരല്ലേ. നമുക്ക് അവിടെ പള്ളി പോയാൽ എന്താ? പള്ളി പോയാൽ മെല്ലെ മെല്ലെ ഇങ്ങനെ തരും ഈ ആശയങ്ങൾ. ആ ആശയത്തിൽ ഒരാശയമാണ് ഞാൻ അവരുടെ പുസ്തകം നോക്കിയിട്ടാ വായിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന വിഷയം എന്താണെന്നറിയോ? അവർ പറയാണ്, മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിൽ അവരുടെ മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന KNM-ന്റെ മുൻ പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മുജാഹിദീങ്ങളുടെ പുസ്തകമാണ്. ആ സംഘടനയാണ്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന, സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ആൾ എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുകയാണ്, അള്ളാഹുവിന് ശരീരമുണ്ട് എന്നും അവയവമുണ്ട് എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ പോയാൽ നമ്മൾ ഇതുവരെ പഠിച്ച അള്ളാഹു മൗജൂദും ഖദീമും ബാക്കിയും അതുപോലെ ഖുലു അള്ളാഹു ആയതിൽ പറഞ്ഞ ആശയമൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി അള്ളാഹ്ക്ക് ശരീരമുണ്ട് അവയവുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. വേണോ ഈ ആശയം? മുസ്ലിങ്ങൾക്ക് വേണോ? പിന്നെ അതിൽ പറയുന്നുണ്ട്, എത്ര ഉണ്ട് വലിപ്പം എന്നൊന്ന് നമുക്ക് അറിഞ്ഞൂടാ, എത്ര അവയവുണ്ട് അതും നമുക്ക് അറിഞ്ഞൂടാ, അത് അവന് പറ്റിയ അവയവങ്ങളും ശരീരവുമാണ്. ആനക്ക് പറ്റിയതാണല്ലോ ആനക്ക് ഉണ്ടാകുക, ശരീരത്തിന്റെ വലിപ്പമൊക്കെ. അത് ഇയാൾ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല, വിശദമായി കിടക്കൽ സൂചന മാത്രം നൽകുകയാണ്. അതിന് നമുക്ക് ഇന്ന് സമയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് സൂചനകൾ മാത്രം പറഞ്ഞ് നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നോക്കുക, അതേ പടച്ചവനെ പറ്റിയിട്ട് ഇവർ പറയാൻ എന്താണ് പറയുന്നത് അറിയോ? 2004 ഒരു പുസ്തകത്തിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ ഇരു കൈകളും വലതുഭാഗമാണ്. അള്ളാഹുവിന്, നിങ്ങൾ കേട്ടിനോ ഈ ആശയം? അള്ളാഹുവിന് ഇരു കൈകൾ, 2 കൈയുണ്ട്, അത് രണ്ടും വലതു ഭാഗമാണ്. വലതു ഭാഗം ഉണ്ടാകണമെങ്കിൽ ഇടതു ഭാഗം ഉണ്ടാകണമല്ലോ. ഭാഗം എന്ന് പറയുന്നത് ആപേക്ഷികമായൊരു സംഗതിയാണല്ലോ. നിങ്ങളെ വലതു ഭാഗം എന്റെ ഇടതു ഭാഗമാണ് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളെ വലതു ഭാഗം, ഞാൻ അങ്ങോട്ടല്ലേ തിരിഞ്ഞിക്കണ്, നിങ്ങൾ ഇങ്ങോട്ടും അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാകാം, ആപേക്ഷികമാണ്. അവരെ ഇടതു ഭാഗം, നിങ്ങളെ വലതു ഭാഗമാണ്, അങ്ങനെയാണുള്ളത്, അങ്ങനെ ഉണ്ടാകുക. അപ്പോ ആപേക്ഷികമാണ്. അപ്പൊ വലതുണ്ടാകണം ഉണ്ടെങ്കിൽ ഇടതുണ്ടാകണല്ലോ. ഇടതില്ലാണ്ട് തന്നെ വെറും വലതു ഭാഗം എന്ന് മാത്രം ഒരു സംഗതി സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. ഭാഗം അള്ളാഹുവിനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിന് ജഡമുണ്ട്, ശരീരമുണ്ട് എന്ന് വിശ്വസിക്കലായി. അത് വിശ്വസിക്കുന്നതോടുകൂടെ തന്നെ തൗഹീദിൽ നിന്ന് പുറത്തായി. ഇപ്പൊ ഒരു മുജാഹിദ് ആശയം ഉൾക്കൊള്ളുന്നതോടുകൂടെ തൗഹീദി ആശയത്തിൽ നിന്ന് പുറത്തുപോയി. തൗഹീദില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയല്ല. അവിടെ നിന്ന് തുടങ്ങാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. ഇനി നിങ്ങൾ നോക്കണേ, ഇതിലെന്താ? ഇത് 2004 അൽമനാറാണ്. അൽമനാറിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് എഴുതുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇരു കൈകളും വലതുഭാഗമാണ് വേറൊരു പുസ്തകത്തിൽ. ഇനി ഞാൻ വേറെ ഒരു, അത് അങ്ങനെ പറയുന്ന കുറെ സ്ഥലങ്ങളുണ്ട്, കുറെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ 2009 അവരുടെ അൽമനാർ വായിക്കുകയാണ്. ഇതിൽ അവർ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിന്റെ 2 കൈയും വലത്തല്ല, ഒരു കൈ അടുത്താണ്. അല്ല മാറുക. 2004 പുസ്തകം നേരത്തെ ഞാൻ വായിച്ചത്. 2009 അവർ പറയുന്നത് എന്താണ്? അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടതു കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2004 എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, രണ്ടും വലതു ഭാഗമാണ്. അപ്പൊ 2009 എന്താ പറയുന്നത്? അള്ളാഹുവിന് 2 കൈയുണ്ട്, ഒരു കൈ വലത്തും ഒരു കൈ ഇടത്തുമാണ്. ഈ വാട്സപ്പിലൊക്കെ സംശയം ചോദിക്കുന്നവരോട്, സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയാണ്. അപ്പൊ അവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കും, ഈ മുജാഹിദീങ്ങളെ അള്ളാന്റെ കയ്യിപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളെ 2004 പുസ്തകത്തിൽ അള്ളാഹ്ക്ക് 2 കൈയുണ്ട് എന്നും അത് രണ്ടും വലതു ഭാഗത്താണെന്നും, എന്നാൽ 2009 അള്ളാഹ്ക്ക് 2 കൈയുണ്ടെങ്കിലും ഒരു കൈ വലത്തും ഒരു കൈ ഇടത്തുമാണ് എന്നും പറയുന്നുണ്ടല്ലോ.
ഇതിലേതാ തൗഹീദ്? ഏത് വിശ്വസിച്ചോനാണ് ഇസ്ലാമിൽ, ഏത് വിശ്വസിച്ചോനാണ് ഇസ്ലാമിന്റെ പുറത്ത്? ഇനി വേറെ ഒന്ന് ഞാൻ വായിക്കാം. അതിൽ എന്താ പറയുന്നറിയോ? അല്ലാഹു ആകാശത്തിൽ, അല്ലാഹു ആകാശത്തിലാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? അല്ലാഹു ആകാശത്തിന്റെ ഉള്ളിലാണ് വിശ്വസിക്കാൻ പാടുണ്ടോ? അല്ലാഹു ആകാശത്തിന്റെ അധിപനാണ്. അല്ല സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ ഉള്ളിലാണ് അല്ല ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ല അവിടെ ചോദ്യം വരൂലേ? ബുദ്ധിയുള്ള കുട്ടികളല്ലേ ഇന്നത്തെ കാലത്തുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ച് പറയുകയാണെന്ത്? അല്ലാഹു തആല അല്ലാഹു ആകാശത്തിലാണെന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട് ഇവർ പറഞ്ഞു. എന്നിട്ട് ഇവർ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹു തആല ആകാശത്തിലല്ല, അല്ലാഹു ആകാശത്തിന്റെ പുറത്താണ്. അല്ലാഹു തആല ആകാശത്തിന്റെ പുറത്താണ്, അല്ലാഹു അർശിന് മുകളിൽ. ഞാനിത് വെറുതെ വായിക്കല്ലേ, അതൊക്കെ പുസ്തകമാണ്, അവരുടെ പുസ്തകം. ഇതിന്റെ ഹെഡിങ് എങ്ങനെയാണ്? അല്ലാഹു എവിടെന്നാണ് ഇതിന്റെ ഹെഡിങ്. അല്ലാഹു എവിടെ? മുജാഹിദീങ്ങളിൽ ഭയങ്കര ചർച്ചയാണ് അള്ളാഹിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോട്ടീസൊക്കെ ഇറക്കിയിട്ടേ. അള്ളാഹു എവിടെയാണ് ചർച്ച? അള്ളാഹു അർശിന് മുകളിൽ. നേരത്തെ പറഞ്ഞ എന്താണ്? അള്ളാഹു ആകാശത്തിൽ. ഇപ്പൊ പറയുന്ന എന്താണ്? അർശിന് മുകളിൽ. അള്ളാഹു തആല അർശിന് മുകളിൽ അവരെഴുതി. അപ്പോ എന്നിട്ട് ഒരു മൗലവി പറയാണ് അള്ളാഹു ആകാശത്തിലാണെന്ന് പറയുമ്പോ അതൊരു പ്രശ്നമാണ്. കാരണം അള്ള പടച്ച സൃഷ്ടിയല്ലേ ആകാശം, അതിന്റെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂനതയാണല്ലോ. അപ്പൊ അള്ളാഹു ആകാശത്തിന്റെ പുറത്ത് എന്നാണ് പറയേണ്ടത് എന്ന് വേറൊരു മൗലവി പുസ്തകം എന്റെ കയ്യിലുണ്ട്. അപ്പോ അർശിന്റെ മുകളിലാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ആ അർശിന്റെ മുകളിലാകുമ്പോ അവിടെ വീണ്ടും ഒരു ചോദ്യം ഉണ്ടല്ലോ. അല്ലാഹു തആല അവന്റെ സൃഷ്ടിയാണോ അർശ്? അല്ല, അവനെ പോലെ പണ്ടേ ഉള്ളതാണോ അർശ്? കാരണം അള്ളാഹ് ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് ആ സൃഷ്ടിന്റെ മുകളിൽ കയറിയിരുന്നു എന്ന് വരൂലേ? അർശ് അല്ലാഹു തആലന്റെ സൃഷ്ടിയാന്ന് വന്നാൽ അല്ലേ? വരൂലേ? അല്ലേ വരിക? അല്ലേ? അല്ലാഹു തആലന്റെ സൃഷ്ടിയാണ് അർശെങ്കിൽ ആ അർശിന്റെ മുകളിലാണ് അല്ലാഹു തആല ഇരിക്കുന്നതെങ്കിൽ അള്ളാന്റെ ഇരിപ്പിടം എന്നാണ് അവർ എഴുതിയത്. ഇരിപ്പിടം, അള്ളാഹ് ഇരിക്കുന്ന സ്ഥലം, അവൻ കാലുവെക്കുന്ന സ്ഥലം, അതാണ് കുർസി എന്നാണ് അവർ എഴുതിയത്. അള്ളാഹ് അർശിന്റെ മുകളിൽ ഇരുന്നിട്ട് കാലുവെക്കുന്ന സ്ഥലം, പാദസ്ഥാനം, അതാണ് കുർസി അവരുടെ പുസ്തകത്തിൽ. മേശപ്പുറത്തുണ്ട് ഇതിന്റെ, ഈ ടേബിളിന്റെ മുകളിൽ, ഈ പീഠത്തിന്റെ മുകളിലുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ. അർശിന്റെ മുകളിൽ ഇരുന്നിട്ട് കുർസിന്റെ മുകളിൽ കാല് വെക്കുന്നു അല്ലാഹു തആല. ഞാനുണ്ട് പടച്ചോനെ പറ്റിയുള്ള വിശ്വാസ, അള്ളാഹിനെ പറ്റി. ഇത് വിശ്വസിക്കാനാണോ പള്ളി എന്ന പേരിൽ കെട്ടിടമുണ്ടാക്കിയിട്ട് മൗലവിമാരെ നമ്മളെ വിളിക്കുക? ഒരു 4-5 ആൾക്കാര് ഗൾഫിലോ മറ്റോ പോയിട്ട് അവിടെ നിന്ന് എന്തോ ഒരാശയം കിട്ടിയ അസാധുക്കൾക്ക് ദുനിയാവിലെങ്കിൽ മുജാഹിദ് എന്താണെന്നറിയോ? ഓൽക്ക് മുജാഹിദ് എന്താണെന്നറിയോ? അതിന്റെ ചരിത്രം അറിയോ? ഓരോ വിശ്വാസം അറിയോ? ഓരോ കർമ്മ അറിയോ? ഖുർആൻ അറിയോ? ഹദീസ് അറിയോ? ഒന്നും അറിയില്ല. 4-5 ക്ലാസ് മദ്രസയിൽ പഠിച്ചിട്ട് ഇവിടുന്ന് പോയ ആളുകൾ അവര് വന്നിട്ട് പൈസ ഒക്കെ ഉണ്ടായപ്പോ എന്നാ പിന്നെ പുതിയൊരു ആശയത്തിലേക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടിയാലേ നമുക്ക് കൂടെ ഒരു നേതാവാകാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ വിളിച്ചാൽ നമ്മൾ ഇവർക്കനുസരിച്ച് ഇസ്ലാമിനെ മാറ്റിമറിക്കാനാണോ ഈ ദുഷിച്ച ആശയം, തൗഹീദിന് വിരുദ്ധമായ ആശയം? നമ്മൾ ആലോചിക്കണം സഹോദരിമാരെ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ അതിനെ നേരുണ്ടാവും. ചേകനൂരിന്റെ പ്രസംഗമൊക്കെ ഇട്ടോക്കി കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഓനെന്തല്ല പറയണത്? ചേകനൂരിന്റെ പ്രസംഗം, ആ പ്രസംഗത്തില് ഇസ്ലാമിന് വിരുദ്ധമായിട്ട്, സ്വഹാബത്തിന് വിരുദ്ധമായിട്ട്, നബിതങ്ങൾക്ക് എതിരായിട്ട്, സ്വഹീഹുൽ ബുഖാരിക്ക് എതിരായിട്ട്, ഖുർആനെതിരായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. ഖാദിയാനികൾ എന്തെല്ലാം സംഗതികളാ പറയണത്. ഇത് ഈ സംശയങ്ങൾ, അതിനാണ് നമുക്കൊരു അടിത്തറ ഉണ്ട് എന്ന് പറഞ്ഞ ആ അടിത്തറ സുന്നത്ത് ജമാഅത്താണ്, ഇസ്ലാമിന്റെ ശരിയായ റൂട്ട്.